ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ വീക്കെൻഡ് ഒരു ബൈക്ക് ട്രിപ്പ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലക്ഷ്യം ശരിക്കും വാഗമണ്ണാണ്. പക്ഷേ നമ്മൾ പോകുന്നത് മുണ്ടക്കയം വഴി കുട്ടിക്കാനം വഴിയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് കുളിർമ നൽകുന്ന വ്യൂ പോയിൻറ്റ്സും അതുപോലെയുള്ള മറ്റ് കാഴ്ചകളും ഒക്കെ കണ്ട് ഒരു മൺസൂൺ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പോയാലോ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ബൈക്ക് ട്രിപ്പിലാണ്. ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ഫോറസ്റ്റ് ഏരിയയിലാണ്. ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു വഴി, നല്ല റോഡ്. പലരും ഇതുവഴി പോയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് പോകുന്നത് കുട്ടിക്കാനത്താണ്. മൺസൂൺ റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ തുടർന്ന് കണ്ടു നോക്കുക. നല്ല നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. വാഗമണിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ കുട്ടിക്കാനം വഴിയാണ് പോകുന്നത്. മുണ്ടക്കയത്തു നിന്ന് കുട്ടിക്കാനത്തേക്ക് പോകുമ്പോൾ ഈ ഒരു റൂട്ട് പലരും കണ്ടിട്ടുണ്ടാകും. ഇത് കൊടികുത്തി വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയും. പിന്നെ വേറൊരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് സെൻറ്റ് ആൻ്റണീസ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ താഴെയായിട്ടാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. മഴക്കാലം ആയതുകൊണ്ട് നമുക്കിത് അവിടെ കണ്ടാവും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. അവിടെ ഒരു തോട് പോലെ ഒഴുകുന്നുണ്ട്. എന്തായാലും നമ്മൾ വരുന്ന റൂട്ടെന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയം വഴി ഇപ്പോൾ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസൊക്കെ ഉണ്ട്, നമ്മുടെ ചാർലി സിനിമയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ കുട്ടിക്കാനത്ത് പോകണം. കുട്ടിക്കാനത്ത് ചെറിയൊരു ഹോൾട്ട് വേണം. അപ്പോൾ അങ്ങനെ വളരെ സമയമെടുത്ത് റിലാക്സ് ചെയ്താണ് നമ്മുടെ യാത്ര. അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് റോഡുകളുണ്ട്, അപ്പോൾ പോകാൻ പറ്റുമായിരിക്കും. സമയം ഇപ്പോൾ രാവിലെ 11 മണി. നമ്മളിപ്പോൾ മുറിഞ്ഞപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ചെവിയൊക്കെ അടഞ്ഞു. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലോട്ട് പോയാൽ നമുക്ക് പാഞ്ചാലിമേട് എത്തും കേട്ടോ. പാഞ്ചാലിമേട് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്കിനി വളഞ്ഞങ്ങാനം വാട്ടർഫോൾസും അതുപോലെ തന്നെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കാനം ടൗണൊക്കെ എത്തും. ഇവിടെ ജസ്റ്റ് ഒരു കടയുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. വഴിയൊക്കെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. മഴക്കാലത്ത് കേട്ടോ ഇത്രയും ഭംഗി. അങ്ങനെ മുറിഞ്ഞപുഴയിൽ നിന്ന് കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് നമുക്ക് കാണാം. മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അത്യാവശ്യം ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ ഇവിടെ ധാരാളം ചായക്കടകളൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവരും ഇതൊരു ഹോൾട്ടിംഗ് പോയിൻ്റ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിക്കാനം എത്തിയപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ട്രാവൻസ് കോഫി പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ഇരുന്ന് നമ്മളൊരു ബൂസ്റ്റൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടുന്ന് കുട്ടിക്കാനത്തുനിന്ന് വിട്ട് ഏലപ്പാറ എത്താറായി കേട്ടോ. അപ്പോൾ മിക്കവരും നിർത്തുന്ന അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. അവിടെ ഒരു എനിക്കൊന്ന് വാച്ച് ടവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തൊരു ഐസ്ക്രീം വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിടിലം വ്യൂ ആട്ടോ. നമുക്കിനി അങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്. അവിടെ ഒരു ചെക്ക് ഡാം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല പച്ചപ്പ്. ഈ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്ത് നല്ല ഗ്രീനറി കൂടിയിട്ടുണ്ട്. എന്തായാലും കിട്ടില്ല ക്ലൈമറ്റ്, നല്ല കാറ്റ്, അടിപൊളി കേട്ടോ. താഴെ കുറേ റൈഡേഴ്സ് നിൽപ്പുണ്ട്, ബൈക്ക് റൈഡേഴ്സ്. നമുക്കെന്തായാലും ഒരുപാട് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ മൊട്ടക്കുന്നിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റും. നമ്മൾ ആക്ച്വലി അങ്ങോട്ടേക്കല്ല പോകുന്നത്. നമ്മുടെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാഗമണിലൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും പോകുന്ന പൈൻ ഫോറസ്റ്റ് അല്ല, അതായത് ഭയങ്കര തിരക്കുള്ള പൈൻ ഫോറസ്റ്റ് അല്ല. അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെയാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുവഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആംബിയൻസ് ആകെ മാറും. നമ്മുടെ വലതുവശത്ത് ഒരു വലിയ വാലി വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ മല തുരന്നുണ്ടാക്കിയ ഒരു റോഡിലൂടെ കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവിടെ ചില ഭാഗങ്ങളിൽ ടാറൊക്കെ ഇളകി കിടക്കുവാണ്. കാറിൽ വരുന്നവർ പതുക്കെ ശ്രദ്ധിച്ച് വരിക. അങ്ങനെ നമ്മളിതാ 30 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു. അവിടെയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ അരുവി ഒഴുകുന്ന കാണാം കേട്ടോ. ഒരു സൈഡിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മറ്റേ വളരെ ക്രൗഡഡായിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ വാഗമണിൽ എല്ലാവരും പോകുന്ന, അത് വെച്ച് നോക്കുമ്പോൾ ഒരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ.
ഇവിടെയൊന്നും ആഴമില്ല. ഈ തോന്നുന്നു ചിലരൊക്കെ ഇവിടെ ഒന്ന് കുളിക്കുമെന്ന് തോന്നുന്നു. കാരണം അവിടെ ഡ്രസ്സിങ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടു. അങ്ങോട്ടേക്ക് നല്ല ഫോഴ്സിലാണ് ഒഴുകുന്നത്. അതാണ് നല്ല സൗണ്ട് കേട്ടോ. കൊള്ളാം. പക്ഷേ മൊത്തത്തിലൊരു പച്ച കളർ, അടിപൊളി. കണ്ടോ, അവിടെയാണ് നല്ല ഒഴുക്ക് കൂടുതൽ. നമ്മുടെ പാലൊഴുകും പാറയിൽ നിന്നുള്ള വെള്ളം തന്നെയാണെന്ന് തോന്നി ഒഴുകി വരുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് പാലൊഴുകും പാറ. നമ്മളിപ്പോൾ ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഏരിയ അങ്ങ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മറ്റേ തിരക്കുള്ള ഭാഗത്ത് എത്തുമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് കൊള്ളാം. ഇതൊരു നല്ലൊരു ഏരിയ. എനിക്കൊന്ന് ഫോറസ്റ്റ് ഏരിയയാണ് ഒരു ഭാഗത്ത്, അപ്പുറത്തെ ഭാഗത്തും തോന്നുന്നു. കാരണം നമ്മുടെ മറ്റേ ഫോറസ്റ്റ് ബൗണ്ടറി സൂചിപ്പിക്കുന്ന ആ ജണ്ട കാണാം പലയിടത്തും. പിന്നെ അട്ടയുണ്ടാവും, പ്രത്യേകിച്ച് മഴക്കാലത്തെ. വരുന്നവരതൊന്ന് ശ്രദ്ധിക്കണം. അടിപൊളി. നമുക്ക് ജസ്റ്റ് കുറച്ച് ദൂരം നടന്നാൽ തന്നെ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലെത്തും കേട്ടോ. അടിപൊളി. ഇത് അവിടെ കണ്ടോ, ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിപ്പോയി അടിപൊളിയായിരിക്കും. നമുക്ക് ജസ്റ്റ് താഴോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. ഇതേ നമ്മളിതാ ആ ഒരു അരുവിയുടെ തൊട്ടടുത്തെത്തി. വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല ഈ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ടേ നല്ല ഒഴുക്കുണ്ട്, നല്ല ഫോഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാം. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലേ ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ സ്ഥലം അത്ര പോപ്പുലർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ അധികം ആൾക്കാർ വരാറില്ല. അതിനൊരു മെയിൻ റീസൺ ഇവിടെ ടെമ്പോ ട്രാവലർ, അതേപോലെ വലിയ ബസ്, അങ്ങനത്തെ വലിയ വണ്ടികളൊന്നും വരാനുള്ള സ്പേസ് ഈ വഴിക്കില്ല. അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. അപ്പം ചെറിയ കാറുകളും അതുപോലെ തന്നെ ബൈക്കിലുള്ളവർക്കൊക്കെ വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോൾ നിങ്ങൾ വീക്കെൻഡ് വന്നാൽ പോലും വലിയ തിരക്കുണ്ടാവാറില്ല. അതെന്തായാലും ഒരു വലിയ അഡ്വാൻറ്റേജാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ സ്ഥലത്ത്. കിടിലൻ അറ്റ്മോസ്ഫിയർ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് പൈൻ ഫോറസ്റ്റ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആണല്ലോ, നമുക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കണം, വലിയ ക്രൗഡൊന്നും ഇല്ലാതെ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ വാഗമണിലെ ലോവർ പൈൻ വാലി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് വരാം കേട്ടോ. ഇത് ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ പാലൊഴുകും പാറ വാട്ടർഫോൾസൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത്. ഇവിടെ വന്നിട്ട് ആരും ഭക്ഷണമൊക്കെ കഴിച്ച് വേസ്റ്റ് ഒന്നും ഇടരുത്. കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. ഞാൻ നോക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ കുപ്പിയോ ഒന്നും കാണാനില്ല. അടിപൊളി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ മൺസൂൺ ബൈക്ക് ട്രിപ്പ് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയം, കുട്ടിക്കാനം ഒക്കെ ടച്ച് ചെയ്ത് ലോവർ പൈൻ വാലിയിലൊക്കെ പോയി സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ റിസോർട്ടിൻ്റെ വിശദമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ വരും. അപ്പോൾ എന്തായാലും അതും കാണുക. ഈ വീഡിയോനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ.